കേന്ദ്ര സർക്കാരിനും SFIക്കും വേണ്ടി ഹാജരാവേണ്ട അഭിഭാഷകൻ വന്നില്ല. കോടതി കേസ് മാറ്റിവെക്കുന്നു. അടുത്ത തവണയും ഇതുപോലെ അഭിഭാഷകർ ഹാജരാവില്ല. ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലാവ്ലിൻ കേസിൽ CBI അഭിഭാഷകൻ ഹാജരാവാത്തത് കൊണ്ട് മാത്രം 36 തവണയാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടെ വീണ വിജയന്റെ കേസിലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിനുള്ള പ്രതിഫലം? ഇതിന് പിണറായി വിജയൻ തിരിച്ച് ചെയ്തു കൊടുത്തത് എന്താ? ചെയ്തു കൊടുത്തത് PM ശ്രീയിൽ ഒപ്പിട്ടു. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചു. CPMന്റെ മുഖ്യമന്ത്രി RSSുമായി രഹസ്യ അജണ്ട ഉണ്ടാക്കി. ആ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ വേരൂന്നാൻ കഴിയാത്ത RSSനെ ഇത്തരത്തിൽ അക്കാഡമിക് തലങ്ങളിൽ വേണ്ട വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വഴി RSSന്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നു. പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയല്ല. അയാൾ തൈക്കണ്ടി വീണയുടെയും തൈക്കണ്ടി വിവേകിന്റെയും അപ്പനാണ്. ആ അപ്പൻ എന്ന രീതിയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി RSSന്റെ കാൽച്ചുവട്ടിൽ പണയം വെച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിപ്പോ ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ബന്ധങ്ങളൊന്നും എന്നല്ല. ഈ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി.